ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ലഡു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടലമാവ് 2 കപ്പ്, 1.5 കപ്പ് പഞ്ചസാര, വെള്ളം 2 മുതൽ 2.5 കപ്പ് വരെ, ഉപ്പ് 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ നെയ്യ് 2 ടീസ്പൂൺ, കാഷ്യൂ നട്ട് ഒരു 10-12 എണ്ണം, കിസ്മിസും അതുപോലെ തന്നെ ഒരു 10-12 എണ്ണം മതിയാവും. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. ബൂന്തി വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള അത്രയും ഓയിലാണ് വേണ്ടത്. ഒരു 2 കപ്പോളം ഓയിൽ വേണ്ടി വരും. ഇനി നമുക്ക് ഈ ബൂന്തി തയ്യാറാക്കുന്നതിനുള്ള കൂട്ടുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം കടലമാവിലേക്ക് ഉപ്പും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കട്ടയൊന്നും ആവാതെ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായി ചൂടായി വരണം. നമ്മൾ ബൂന്തി ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള ചട്ടകത്തിലാണ്. നിറയെ ഹോളുള്ള ചട്ടുകമാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഓരോ ഡ്രോപ്സ് ആയിട്ട് നമുക്കിത് എണ്ണയിലേക്ക് വീണ് കിട്ടും. അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഈ ബൂന്തി ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്നും ഇതിൽ പിടിക്കില്ല. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഇതുപോലെ ബാക്കിയുള്ള ബാറ്റർ കൊണ്ടും കൂടെ നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വരിക. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് നല്ല മഞ്ഞ കളറിലിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പഞ്ചസാരയാണ്. ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇത് ഏകദേശം ഒന്ന് മൂടി വരുന്ന വരെയുള്ള വെള്ളം മതി. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതിയാകും. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമുക്കിത് ഒന്ന് തിക്കായി വരാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇത് നന്നായി കുറുകി വരണം. ഒന്നുകൂടെ തിക്കായി നമ്മുടെ കൈ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്കിത് കുറുക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ 2 വിരലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബൂന്തി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് വറ്റിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് കശുവണ്ടിയും കിസ്മിസും നെയ്യിൽ വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഇതുപോലെ പരന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്കൊരു ലഡുവിൻ്റെ അത്രയും വലുപ്പത്തിൽ നമുക്കിത് നന്നായി ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇത് നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അത്രയും വലുപ്പത്തിൽ നമുക്കിത് നന്നായി ഉരുട്ടിയെടുക്കാം. ഇതൊരു 4-5 മണിക്കൂറൊക്കെ വെക്കുമ്പോഴാണ് നമുക്കിത് കറക്റ്റ് ലഡുവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് വരുന്നത്. ഇങ്ങനെയാണ് ലഡു കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് വരിക. കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലഡു പോലെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.